ഞാൻ ഡോക്ടർ ബിനിയ ബെത്സൈദ ഹോമിയോ ക്ലിനിക് കലൂർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാൻക്രിയാറ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനെ പറ്റിയാണ്. അതിന്റെ ലക്ഷണങ്ങളും കാരണങ്ങളും എന്തൊക്കെ കാര്യങ്ങൾ ഇത് വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം എന്നുമാണ് പറഞ്ഞു തരുന്നത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. എന്താണ് പാൻക്രിയാസ്? പാൻക്രിയാസ് എന്നുള്ളത് നമ്മുടെ ആമാശയത്തിന്റെ പിന്നിലിരിക്കുന്ന ഒരു ഗ്രന്ഥിയാണ്. ഇതിന് പ്രധാനമായും രണ്ട് ഫങ്ഷൻസ് ആണ് ഉള്ളത്. എക്സോക്രൈൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഭക്ഷണത്തിലെ കൊഴുപ്പ്, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ കാർബോഹൈഡ്രേറ്റിനെയൊക്കെ വിഘടിപ്പിക്കുന്ന എൻസൈംസ് നമ്മുടെ പാൻക്രിയാസ് ആണ് നിയന്ത്രിക്കുന്നത്. ഈ എൻസൈംസ് വളരെ ആവശ്യമുള്ളതാണ്. ഇതെല്ലാം കാർബോഹൈഡ്രേറ്റ് ആണെങ്കിലും പ്രോട്ടീൻ ആണെങ്കിലും ഫാറ്റ് ആണെങ്കിലും വിഘടിപ്പിക്കാൻ ഈ ഒരു എൻസൈംസിന്റെ ആവശ്യകതയുണ്ട്. ഇനി എൻഡോക്രൈൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ രക്തത്തിലൂടെ പോകുന്ന ഗ്ലൂക്കോസിനെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺസ് ആണ് ഗ്ലൂക്കഗോണും ഇൻസുലിനും. ഇത് കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ പാൻക്രിയാസ് ആണ്. അങ്ങനെ പ്രധാനമായിട്ടുള്ള രണ്ട് ഫംഗ്ഷൻ ആണ് നമ്മുടെ പാൻക്രിയാസ് ചെയ്യുന്നത്. ഇനി ഈ എങ്ങനെയാണ് പാൻക്രിയാറ്റൈറ്റിസ് ഉണ്ടാകുന്നത്? ഐറ്റിസ് എന്ന് പറയുന്നത് ഇൻഫ്ലമേഷൻ ആണ്. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന എൻസൈംസും എല്ലാം ഇതിനെതിരായി തന്നെ, അതായത് അതിന്റെ പോക്കില്, അതിന്റെ ആ ഫ്ലോയിൽ തെറ്റുവരികയും ഈ എൻസൈംസ് എല്ലാം തിരിഞ്ഞു വന്ന് നമ്മുടെ പാൻക്രിയാസിൽ തന്നെ അറ്റാക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയും ഉണ്ടാകുമ്പോൾ അവിടെ വീക്കം, ഇൻഫ്ലമേഷൻ, അതായത് വീക്കം അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ, വേദന എന്നിവയൊക്കെ ഉണ്ടാകാം. അപ്പൊ ആ സമയത്താണ് ഇതൊരു പാൻക്രിയാറ്റൈറ്റിസ് എന്നൊരു കണ്ടീഷനിലോട്ട് മാറിപ്പോകുന്നത്. അത് തന്നെ രണ്ട് തരത്തിൽ വരാം. ഒന്നില്ലെങ്കിൽ അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസ് അല്ലെങ്കിൽ ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസ്. അക്യൂട്ട് ആകുമ്പോഴാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. പെട്ടെന്നായിരിക്കും വരുന്നത് വേദന, അതേപോലെ തന്നെ ഇൻഫ്ലമേഷൻ. പിന്നെ ചില സമയങ്ങളിൽ അക്യൂട്ടായിട്ട് വരുന്നത് വളരെ ശക്തിയായ വേദനയും ചിലപ്പോൾ ഒരു കോംപ്ലിക്കേഷൻ എന്നുപോലെ ഓർഗൻ ഫെയിലിയറിലോട്ടോ അല്ലെങ്കിൽ ലോ പ്രഷറിലോട്ടോ ഒരു ഷോക്കിലോട്ടോ ഒക്കെ പോകാനുള്ള ഒരു സാധ്യതയും കൂടുതലാണ്. എന്നാൽ ക്രോണിക് കേസസിൽ അത്ര ശക്തിയായിട്ടുള്ള ഒരു ഇന്റൻസിറ്റിയിൽ നമുക്ക് വേദന വരില്ലെങ്കിലും ഈ ഇൻഫ്ലമേഷൻ വരുന്നു, വേദന വരുന്നു. വേദന അടിക്കടിയായിട്ട് നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. കുറച്ച് വേദന വരും, പിന്നെ പോകും. അതേപോലെ തന്നെ പിന്നീട് കുറച്ച് വേദന, അങ്ങനെ വിട്ട് വേദനകൾ വരികയും പിന്നെ അതൊരു ക്രോണിക് കണ്ടീഷനിലോട്ട് അടിക്കടി വരുന്ന ഒരു അവസ്ഥയിലോട്ട് പോവുകയും ചെയ്യുന്നു. അപ്പൊ ഇത്രയാണ് നമ്മുടെ പ്രധാന ധർമ്മങ്ങളും അതേപോലെ തന്നെ എങ്ങനെയാണ് പാൻക്രിയാസിന്റെ ഫംഗ്ഷൻ എന്നുമാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കി തന്നത്. ഇനി നമുക്ക് എന്തായിരിക്കാം ഇതിന്റെ ലക്ഷണങ്ങൾ, അല്ലെങ്കിൽ എന്താണ് ആദ്യം തന്നെ നമുക്ക് അതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കിയെടുക്കാം. പ്രധാനമായിട്ടും പിത്താശയ കല്ല് ഉള്ള ആളുകൾ, ഗോൾ ബ്ലാഡർ സ്റ്റോൺ ഇങ്ങനെയുള്ള ആളുകൾക്ക് ആ ഭാഗത്ത് ഇൻഫ്ലമേഷൻ വരുന്നു. ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ ഇത് നേരെ നമ്മുടെ പാൻക്രിയാസിന്റെ എൻസൈംസിന്റെ പാത്തിനെ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എൻസൈംസ് എങ്ങനെയാണോ ഒഴുകി പോകുന്നത് അതിന്റെ പാത്തിനെ എഫക്ട് ചെയ്യുകയും ഇത് നേരെ തിരിച്ച് പോകുകയും ഈ നമ്മുടെ പാൻക്രിയാസിനെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ ഗോൾ ബ്ലാഡർ സ്റ്റോൺ ഉള്ളവർക്കും ഗോൾ ബ്ലാഡറിൽ ഇൻഫ്ലമേഷൻ ഉള്ളവർക്കും പാൻക്രിയാസിന്റെ ആരോഗ്യവും മോശമാകാൻ ഒരു സാധ്യത കൂടുതലാണ്. അത് ശ്രദ്ധിക്കുക. ഇനി ട്രൈഗ്ലിസറൈഡ്സ് കൂടുതലുള്ളവർ, എല്ലാവരും പറയും കൊളസ്ട്രോൾ ഞങ്ങൾക്ക് ഉണ്ട് എന്ന് പറയും. പക്ഷെ അതിൽ തന്നെ ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറയുന്ന കണ്ടന്റ് കൂടുതലുള്ളവർക്കും ഈ പറഞ്ഞ പോലെ തന്നെ പാൻക്രിയാസിന്റെ ഇൻഫ്ലമേഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇനി ഏതൊക്കെയാണ്? ഇനി നമുക്ക് ഷുഗർ, ഡയബറ്റീസ് ഉള്ളവർക്കും ഞാൻ ആദ്യം പറഞ്ഞല്ലോ നമ്മുടെ ഗ്ലൂക്കഗോണിനെയും പിന്നെ ഇൻസുലിനെയും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന പാൻക്രിയാസിന്റെ ഹോർമോൺസും പ്രശ്നത്തിൽ വരികയും അതേപോലെ ഷുഗർ കൂടുതലുള്ളവർക്കും പാൻക്രിയാസിന്റെ ആരോഗ്യം വളരെ മോശമായിരിക്കും. പാരമ്പര്യമായിട്ട് ഈ ഒരു കണ്ടീഷൻ പാൻക്രിയാസിന്റെ ഇൻഫ്ലമേഷൻ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതേപോലെ തന്നെ പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ അൺനോൺ കോസ് എന്ന് പറഞ്ഞിട്ട് വരാനും സാധ്യതയുണ്ട്. കാരണങ്ങളൊന്നും ഇല്ലെങ്കിലും പാൻക്രിയാസിന് ഒരു പ്രശ്നം വരും. അത് ബേസ് ചെയ്തിരിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ പാരമ്പര്യമായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്. ഇപ്പോൾ ആൽക്കഹോൾ കുടിക്കുന്ന ആളാണ്, പുകവലിയുള്ള ശീലമുള്ള ആളാണ്, ചില സമയങ്ങളിൽ ഇത് പാൻക്രിയാസിനെ എഫക്ട് ചെയ്യാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. ഈവൻ സ്ട്രെസ് പോലും ഈ ഒരു കാര്യത്തിന് ഉണ്ടാകാനുള്ള, ക്രോണിക് ആയിട്ടുള്ള ഒരു പാൻക്രിയാറ്റൈറ്റിസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി ഇതൊക്കെയാണ് പ്രധാന കാരണങ്ങൾ. ഒരുപാട് കാരണങ്ങൾ ഉണ്ടെങ്കിലും പ്രധാനമായിട്ട് ഈ ഒരു ഗോൾ ബ്ലാഡർ സ്റ്റോണും അതേപോലെ തന്നെ പാരമ്പര്യം, പിന്നെ നമ്മുടെ ഭക്ഷണത്തിലുള്ള വേരിയേഷൻ, നമ്മുടെ സ്ട്രെസ്, ഉറക്കം, ഇനി അതൊന്നുമല്ലാത്ത കാരണങ്ങളും ഉണ്ടാകാം. ഇനി എന്താണ് നമുക്ക് ഇതിന്റെ ലക്ഷണങ്ങൾ കാണുക എന്നുള്ളതാണ്. അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സഡൻ ആയിട്ടുള്ള വേദന, ലോ പ്രഷർ, ക്ഷീണം, ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല അല്ലെങ്കിൽ ഓക്കാനം, ഭയങ്കരമായിട്ടുള്ള ഛർദി, ഇങ്ങനെയൊക്കെയാണ് പെട്ടെന്നുള്ള അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസിൽ കാണുന്നത്. എന്നാൽ ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസിൽ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വേദന ഉണ്ടാകും. നമുക്ക് മുകൾ ഭാഗത്തു നിന്ന് തുടങ്ങിയിട്ട് പുറകിലോട്ട് പോകുന്ന പോലത്തെ വേദന, ശക്തിയായ വേദന ഉണ്ടാവാം. അത് അടിക്കടി ഉണ്ടാകാം. ഇതേപോലെ തന്നെ നമുക്ക് വയറ്റിൽ നിന്ന് പോകുന്ന മലം ഭയങ്കര ദുർഗന്ധമുള്ളതും അതേപോലെ തന്നെ ഒരു എണ്ണമെഴുക്കുള്ള പോലത്തെ മലം പോകുന്നത് കാണാം.
ഇരുണ്ട മൂത്രത്തിന്റെ കളർ ഭയങ്കര കട്ടിയായ ഒരു കളറായിട്ടാണ് പോവുക. ഇങ്ങനെ വയറ് സ്തംഭിച്ചിരിക്കുന്നത് പോലെ ഛർദ്ദിക്കാൻ വരിക, അതേപോലെ തന്നെ വിശപ്പില്ലായ്മ. പിന്നെ ഈ വിശപ്പില്ലായ്മയും ഭക്ഷണക്കുറവും എല്ലാം കാരണം ക്ഷീണം വരും. ക്ഷീണത്തിന്റെ കൂടെ തന്നെ വൈറ്റമിൻസിന്റെ കുറവ്, മിനറൽസിന്റെ കുറവ്, ഛർദി, ലോ പ്രഷർ, ഇതൊക്കെ വരും. ലോ പ്രഷറൊക്കെ നമുക്ക് കൂടുതൽ നേരം നിൽക്കുവാണ്, നമുക്കിത് മനസ്സിലാവാതെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഇതൊരു ഓർഗൻ ഫെയിലിയറിലോട്ട് തന്നെ പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ വയറ് സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും, അതിൻ്റെ കൂടെ അടിക്കടിയുള്ള വേദനയും പിന്നെ ഛർദ്ദിക്കാൻ വരല്, വയറ്റിന്ന് പോകണതിൻ്റെ മലത്തിന്റെ വ്യത്യാസം, ഇതൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഏത് പേഷ്യൻ്റ് ആണെങ്കിലും നിർബന്ധമായിട്ട് USG അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തിട്ട് നമ്മുടെ പാൻക്രിയാസ്, ഗോൾ ബ്ലാഡർ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശരിയല്ലേ എന്നുള്ളത് പരിശോധിക്കണം. ഇനി ഏറ്റവും വേണ്ടത് നമ്മൾ ഞാൻ പറഞ്ഞു തരുന്ന ഈ സിംറ്റംസ് അല്ലെങ്കിൽ ഈ ലക്ഷണങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽ വെക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കത് കുറേ നാളായിട്ട് അടിക്കടി എന്നും വരണമെന്നില്ല, വിട്ട് വരുന്നുണ്ട് എങ്കിൽ നിർബന്ധമായും നിങ്ങളൊരു ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിനെ കാണേണ്ട ആവശ്യകതയുണ്ട്. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇനി എങ്ങനെ നമുക്ക് ഇതിനെ എന്താ പറയുക ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള കെയർ നമ്മൾ ഈ ഒരു കണ്ടീഷനിൽ എടുക്കണം എന്നുള്ളതാണ്. പ്രധാനമായിട്ടും പുകവലി, മദ്യപാനം ഇതെല്ലാം നിർത്തണം. പിന്നെ പലതരത്തിലുള്ള മരുന്നുകൾ കഴിക്കുന്നവർ, ആന്റിബയോട്ടിക്, ഇതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. മരുന്നുകളുടെ കൂടെ പുകവലിയും മദ്യപാനവും കൂടി ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് നല്ല രീതിയിൽ പാൻക്രിയാസിനെ എഫക്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ മരുന്നുകൾ കഴിക്കുന്ന ആളുകൾ ഈ പുറത്തുനിന്നുള്ള വേസ്റ്റ് എന്താ പറയുക അപകടമുള്ള സാധനങ്ങൾ, അതായത് പുകവലി, മദ്യപാനം, ജങ്ക് ഫുഡുകൾ, ഇതെല്ലാം മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പിന്നെ ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഇതൊക്കെ കഴിക്കണം. വൈറ്റമിൻ കുറവ് ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ, കാരണം അടിക്കടി വയറ്റിന്ന് പോകുന്നു, അതേപോലെ തന്നെ ക്ഷീണം തോന്നുന്നു, കിടക്കാൻ തോന്നുന്നു, ഇങ്ങനെയുള്ള കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള വൈറ്റമിനും മിനറൽസും നമ്മുടെ ശരീരത്തിൽ കറക്റ്റ് അല്ലേ എന്ന് ശ്രദ്ധിക്കുക. ആവശ്യമെങ്കിൽ സപ്ലിമെന്റുകൾ എടുക്കുക. പിന്നെ ഇൻഫ്ലമേഷൻ കുറയാൻ വേണ്ടിയിട്ട്, വേദന കുറയാൻ വേണ്ടിയിട്ട് മരുന്നുകൾ നിർബന്ധമായും എടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ടർമറിക്, അതായത് മഞ്ഞൾ, ഇഞ്ചി ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഭക്ഷണത്തിൽ നല്ലപോലെ കൂട്ടുക. നട്ട്സ്, സീഡ്സ് അങ്ങനത്തെ ഏറ്റവും നല്ലതാണ്. അതെല്ലാം നമുക്ക് നല്ല രീതിയിലുള്ള എന്താ പറയുക ആന്റി ഓക്സിഡൻസ് തരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നട്ട്സും സീഡ്സും ഒക്കെ നല്ലോണം ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യണം. ധാരാളം വെള്ളം കുടിക്കണം. സ്ട്രെസ് നിർബന്ധമായിട്ടും കുറയ്ക്കണം. പിന്നെ നല്ലപോലെ ഉറങ്ങുകയും വേണം. ഉറക്കത്തിന് യാതൊരു കോംപ്രമൈസും ഉണ്ടാകരുത്. അപ്പൊ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇതിന്റെ കൂടെ തന്നെ ആ മരുന്ന് കഴിക്കണം. കാരണം ക്രോണിക് ആയിട്ടുള്ള ഒരു കേസ് ആവുമ്പോൾ ഇന്ന് വന്നു നാളെ ഓക്കെ ആയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിങ്ങനെ അടിക്കടി വന്ന് നമ്മുടെ പാൻക്രിയാസ് ഫുള്ളായിട്ട് ഇൻഫ്ലെയിംഡ് ആയിട്ടായിരിക്കും നമ്മളത് അറിയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ അടിക്കടി വയറുവേദന വരുന്നുണ്ടെങ്കിൽ, പിന്നെ അതേപോലെ തന്നെ ഇതിൽ തന്നെ പാൻക്രിയാസ് ആയിരിക്കാം, ചിലപ്പോൾ ഗോൾ ബ്ലാഡർ ആയിരിക്കാം വേദന എടുക്കുന്നത്, കുറച്ചും കൂടി താഴെയാണെങ്കിൽ ചിലപ്പോൾ കിഡ്നിയുടെ സ്റ്റോൺ ആയിരിക്കാം, യൂറിനറി സ്റ്റോൺ ആയിരിക്കാം, പല കാരണങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് നിർബന്ധമായിട്ടും നിങ്ങൾ USG എടുത്ത് അത് എന്താണെന്ന് പരിശോധിക്കേണ്ടതാണ്. അപ്പൊ ഇത്രയും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ സ്റ്റേജിൽ തന്നെ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ പിന്നീടുള്ള ഒരു കോംപ്ലിക്കേഷൻ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരമാകുന്നു എങ്കിൽ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കുക. താങ്ക്